ജുജുത്സു കൈസൻ ചാപ്റ്റർ 250 എല്ലാവർക്കും സ്വാഗതം. ഈ ചാപ്റ്ററിന് തുടക്കം തന്നെ യൂട്ടയുടെ ഡൊമൈനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് തന്നിരിക്കുകയാണ്. യൂട്ടയുടെ ഡൊമൈനായ ഓൾ എൻകംപസിങ് അൺഈക്വലൻ്റ് ലവ്. യൂട്ട കോപ്പി ചെയ്ത് ഏത് ടെക്നിക്ക് വേണേലും അവൻ ഈ ഡൊമൈന് ഷുവറിറ്റി അറ്റാക്ക് ആയിട്ട് ഇമ്പ്യൂ ചെയ്യാൻ പറ്റും. അതേസമയം അവൻ്റെ ബാക്കി കോപ്പി ചെയ്ത ടെക്നിക്കെല്ലാം അവൻ്റെ ഡൊമൈനകത്തുള്ള വാളുകൾ സ്റ്റോറായി കിടക്കുവാണ്. യൂട്ട ആ വാളിൽ തൊടുന്നോടം വരെ അവൻ അറിയത്തില്ല ഏത് വാളിൽ ഏത് ടെക്നിക്കാണ് കിടക്കുന്നതെന്ന്. അതുപോലെ തന്നെ ഈ വാൾ യൂട്ടയ്ക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഈ വാളിനകത്തുള്ള ടെക്നിക്കുകൾ എന്ന് പറയുന്നത് ഒരു തവണ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ വാളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. അങ്ങനെ അവൻ ഓരോ ടെക്നിക്ക് ഇൻഫിനിറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ചാപ്റ്റർ 250 തുടങ്ങുന്നത് തന്നെ കഴിഞ്ഞ ചാപ്റ്റർ നിർത്തിയോടെന്നാണ്. യൂട്ട റീക്കാനെ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ഷിക്കിഗാമികളാക്കും. സെൻഡായി കോളനി വെച്ച് യൂട്ട ഫൈറ്റ് ചെയ്ത ഏൻഷ്യൻ സോസർ ഡ്രാവിനെ പോലെ. സുക്കുണ ഇതുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും യൂജി വരും. എന്നിട്ട് അവന് ലെഫ്റ്റ് റൈറ്റ് ഗുഡ് നൈറ്റ് തുടങ്ങും. പക്ഷേ സുക്കുണ ഇതെല്ലാം ബ്ലോക്ക് ചെയ്താലും ഈ പഞ്ച് കാരണം അവന് ബോൾ വിറയ്ക്കാൻ തുടങ്ങി. സുക്കുണനെ മണ്ടേന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കും. ഈ അറ്റാക്കിൽ നിന്ന് മാറിക്കൊടുക്കുമ്പോഴാണ് സുക്കുണ മനസ്സിലാക്കുന്നത് റീക്ക പോകുന്ന വഴി കൂടെ എല്ലാം ഇൻവോൾറബിൾ ആയിട്ടുള്ള ബാരിയേഴ്സ് ഉണ്ടെന്ന്. അപ്പോൾ യൂട്ട സുക്കുണ അടുത്ത് വരുമ്പോഴാണ് സുക്കുണ ചിന്തിക്കാൻ തുടങ്ങുന്നത് ഗോജോ ആയിട്ടുള്ള ഫൈറ്റിന് ശേഷം അവൻ ഇപ്പോഴും അവൻ്റെ ഡൊമൈൻ എക്സ്പാൻഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുമാത്രമല്ല, അത് കാരണം അവൻ റിവേഴ്സ് കേസ്റ്റ് ടെക്നിക്ക് സ്ലോ ആകാൻ തുടങ്ങി. ഇപ്പോഴത്തെ അവൻ്റെ ടോട്ടൽ കേസ്റ്റ് എനർജി എന്ന് പറയുന്നത് യൂട്ടയുടെ ടോട്ടൽ കേസ്റ്റ് എനർജിക്ക് ഒപ്പമാണ്. നമ്മൾ ചാപ്റ്റർ 225 യൂട്ട പറയുന്നത് കണ്ടാണ്. സുക്കുണയുടെ ടോട്ടൽ കേസ്റ്റ് എനർജി എന്ന് പറയുന്നത് അവൻ്റെ 2 ഇരട്ടിയിലും മണ്ടയിലാണെന്ന്. ഗോജോ ആയിട്ടുള്ള ഫൈറ്റിൽ സുക്കുണയ്ക്ക് അത്രയും ഡാമേജ് കിട്ടി. അതുമാത്രമല്ല, സുക്കുണ ഇപ്പോൾ ഹോളോ വിക്കർ ബാസ്ക്കറ്റ് ഉപയോഗിക്കുന്ന കാരണം അവൻ അതിൻ്റെ വേൾഡ് കട്ടിങ് ഡിസ്മാൻറ്റിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ എല്ലാം ഇടയ്ക്കാണ് റീക്ക യൂജിനെ ഒരു മിസൈൽ പോലെ എടുത്തെറിയുന്നത്. യൂജി ഇങ്ങനെ സുക്കുണയ്ക്ക് നേരെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് യൂട്ട പുറകെ കൂടെ വന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. സുക്കുണ യൂട്ടയുടെ വാൾ പിടിച്ചു നിർത്തും. പക്ഷേ യൂജിയുടെ കിക്ക് സുക്കുണ ബ്ലോക്ക് ചെയ്താൽ പോലും ഈ കിക്ക് കാരണം സുക്കുണയുടെ സോൾ ഷെയ്ക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. യൂജിക്ക് സെൻസ് ചെയ്യാൻ പറ്റും സുക്കുണയുടെ മെഗുമിയുടെ സോളിനിടയിലുള്ള ബോർഡർ. എന്നിട്ട് അവൻ അതിന് നേരെ തന്നെയാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂജി സുക്കുണയായിട്ട് ബോഡി ഷെയർ ചെയ്തതിന് ശേഷം അവന് ബാക്കിയുള്ളവർ സോൾ കാണാൻ പറ്റും, മാഹിറ്റോയെ പോലെ. അതുകൊണ്ടാണ് യൂജിയുടെ അറ്റാക്ക് എല്ലാം മാഹിറ്റോയ്ക്കെതിരെ എഫക്റ്റീവ് ആയിരുന്നത്. അതുകൊണ്ടാണ് യൂജിക്ക് ഡയറക്റ്റായിട്ട് അതിൻ്റെ ഇടിക്കാൻ പറ്റുന്നത്. അങ്ങനെ അവൻ മെഗുദാക്കു റിച്ചുവലും കൊണ്ട് സബ്മർജായ മെഗുമിയുടെ സോളിനെ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നത്. അങ്ങനെ സുക്കുണയുടെ സോളിൻ്റെ മെഗുമിയുടെ ബോഡിയിലുള്ള കൺട്രോള് ഡിസ്റപ്റ്റ് ആവും. അതുമാത്രമല്ല, ഓരോ തവണ സുക്കുണ യൂജിയുടെ പഞ്ച് മേടിക്കും തോറും അവന് കേസ്റ്റ് എനർജി ഔട്ട്പുട്ട് കുറയും. അതുമാത്രമല്ല, അവന് മെഗുമിയുടെ ബോഡിയിലുള്ള കൺട്രോളും കുറയും. അവരിങ്ങനെ അവനെ തോൽപ്പിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. സുക്കുണയ്ക്ക് അവൻ്റെ ഹോളോവിക്കർ ബാസ്ക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തടം വരെ. ഇത് കാരണമാണ് യൂട്ട അവൻ്റെ ഡൊമൈൻ്റെ ഷുവറേറ്റ് അറ്റാക്ക് ഏഞ്ചലിൻ്റെ ടെക്നിക്കായ ജേക്കബ്സ് ലാഡർ ഉപയോഗിക്കുന്നത്. ജേക്കബ്സ് ലാഡർ എല്ലാ ഈവിളായിട്ടുള്ള സാധനത്തെ നശിപ്പിച്ച് കളയും. അങ്ങനെ മെഗുമിയുടെ അകത്തുള്ള സുക്കുണയുടെ ഫിംഗറിനെ നശിപ്പിച്ച് കളയും. സുക്കുണ യൂജിനെ ക്ലീവ് കൊണ്ട് കൊല്ലാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് യൂട്ട ഇനുമാക്കിയുടെ കേസ് ടെക്നിക്ക് കൊണ്ട് സുക്കുണയെ അതിൽ നിന്ന് നിർത്തുന്നത്. അപ്പോൾ തന്നെ യൂട്ട വേറൊരു വാളെടുത്തിട്ട് സുക്കുണയ്ക്കിട്ട് ഒരു തിൻ ഐസ് ബ്രേക്കർ ഉപയോഗിക്കും. ഇത് കാരണം സുക്കുണ തെറിച്ച് പോകുമ്പോഴാണ് റീക്ക പുറകിൽ നിന്ന് സുക്കുണയെ അറ്റാക്ക് ചെയ്യുന്നത്. ഈ അറ്റാക്ക് കാരണം സുക്കുണ താഴത്തേക്ക് വീഴുമ്പോഴാണ് ജംപ് കൈസൺ തുടങ്ങുന്നത്. യൂജി യൂട്ടയും കൂടെ സുക്കുണ അടുത്തേക്ക് ഓടി വരുന്നത്. സുക്കുണ ഇതിനെല്ലാം കൗണ്ടർ അറ്റാക്ക് ആയിട്ട് ഇവർക്ക് രണ്ടുപേർക്കെതിരെ ഡിസ്മാൻറ്റിൽ വിടും. ഇവർക്ക് ഈ അറ്റാക്ക് കൊണ്ടു കഴിയുമ്പോഴത്തേക്കും റീക്ക സുക്കുണയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. സുക്കുണ ഇതിൽ നിന്നെല്ലാം മാറി അവൾക്കിട്ടൊരു ക്ലീവ് വിടും. ഈ ഫൈറ്റിൻ്റെ ഇടയ്ക്കാണ് സുക്കുണ പറയുന്നത് അവൻ അവരുമായിട്ട് നേരിട്ട് തൊട്ടിട്ടില്ലെങ്കിൽ അവന് ഫേറ്റൽ അറ്റാക്സ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. എങ്ങനെയാണ് അവൻ റിയുവിനെ കൊന്ന പോലെ. റിയു എന്ന് പറയുന്നത് 400 വർഷം മുമ്പത്തെ ഒരു റീഇൻകാർണേറ്റഡ് സോസറാണ്. അവനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് അവനാണ് ഏറ്റവും കൂടുതൽ കേസ്റ്റ് എനർജിയുടെ ഔട്ട്പുട്ട് ഉള്ളത്. അവനെ കൊല്ലാൻ വേണ്ടി സുക്കുണയ്ക്ക് അവനാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യേണ്ടി വന്നു. പക്ഷേ യൂജിയുടെ യൂട്ടയുടെ ടഫ്നെസ് എന്ന് പറയുന്നത് അവൻ്റെ അത്രയില്ല. സുക്കുണ എന്നിട്ട് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഗോജോ ആയിട്ടുള്ള ഫൈറ്റിന് ശേഷം അവൻ്റെ കേസ്റ്റ് എനർജി ഔട്ട്പുട്ട് കുറഞ്ഞത് മാത്രമല്ല, ഇതുവരെ വന്ന എല്ലാ സോസറേഴ്സിൻ്റെ ഡിഫൻസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവരുടെ റിവേഴ്സ് കേസ്റ്റ് ടെക്നിക്കും ഇതിനെല്ലാം മണ്ടയിൽ യൂട്ടയുടെ ഡൊമൈനും. ഇതിൻ്റെ ഷുവറിറ്റി അറ്റാക്ക് എന്ന് പറയുന്നത് സുക്കുണയ്ക്കെതിരെ മാത്രമേ ഉള്ളൂ. ഇത് നടക്കാൻ വേണ്ടി ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ബാരിയർ ടെക്നിക്ക് വേണം.
ഇത് ഗോജോയ്ക്ക് പോലും ചെയ്യാൻ പറ്റാത്തതായിരുന്നു. ഗോജോയുടെ അറ്റാക്കിന് ഷ്യൂറിറ്റി കിട്ടാതിരിക്കാൻ വേണ്ടി ഗോജോ ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് തന്നെ വേണം. ഇതെല്ലാം കണ്ടിട്ട് സുഗുണ ചോദിക്കും, ഈ ഒരു മാസം നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നെന്ന്. യൂജി അപ്പം തന്നെ പറയും ഹാർഡ് വർക്കും ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പം യൂട്ട പറയും ഞങ്ങൾ ചീറ്റ് ചെയ്തെന്ന്. ഇങ്ങനെ യൂട്ട പറയാനുള്ള കാരണം ചാപ്റ്റർ 196 കണ്ട സുമോ ഡൊമൈൻ ആയിരിക്കും. ഈ ഡൊമൈൻ്റെ അകത്ത് സമയം സ്പീഡിൽ പോവും. യൂട്ട ചിന്തിക്കാൻ തുടങ്ങും. അവിടെ വെച്ച് യൂട്ട ചിന്തിക്കാൻ തുടങ്ങും, ഇപ്പോൾ ഗോജോ ആയിട്ടുള്ള ഫൈറ്റിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇല്ലായിരുന്നെങ്കിൽ സുഗുണ അപ്പം തന്നെ അവരെ കൊന്നേനെ. അവർക്ക് റിവേഴ്സ് കേസ് ടെക്നിക്ക് ഉപയോഗിക്കാൻ പോലും സമയം കിട്ടത്തില്ലായിരുന്നു. എനിക്കിപ്പോൾ പറയാൻ താല്പര്യമില്ലേ പോലും നമ്മളിപ്പോൾ സ്ട്രോങ്ങസ്റ്റ് സോസർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇവിടെ വെച്ച് നമ്മൾ അവരെ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ ഇനി എന്താ പറ്റുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇതിനുശേഷം ജംകൈസൻ വീണ്ടും തുടങ്ങും. ഇവർ 3 പേരും സുഗുണനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇതിൻ്റെ ഇടയ്ക്കാണ് യൂട്ട വേറൊരു ടെക്നിക്ക് കൂടെ ഉപയോഗിക്കുന്നത്. ഈ ടെക്നിക്ക് ഹക്കാറിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ നോക്കിയ ചാൾസ് എന്ന് പറഞ്ഞതിൻ്റെയാണ്. ഈ ടെക്നിക്ക് കൊണ്ട് അവൻ അവൻ്റെ എനിമിയുടെ 1 സെക്കൻഡ് മുന്നിലേക്കുള്ള ഫ്യൂച്ചർ കാണാൻ പറ്റും. ഇതുപയോഗിച്ചുകൊണ്ട് യൂട്ട സുഗുണയുടെ അറ്റാക്ക് ഡോഡ്ജ് ചെയ്തിട്ട് ഒരു ഇടി വെച്ച് കൊടുക്കും. അപ്പം തന്നെ റീക്കെ യൂജിയും കൂടെ അറ്റാക്ക് ചെയ്യും. സുഗുണ അവിടെ വെച്ച് ചിന്തിക്കാൻ തുടങ്ങും യൂട്ട ഏതൊക്കെ എബിലിറ്റിയാണ് കോപ്പി ചെയ്തതെന്ന്. ഒന്നാമത്തേത് ഏഞ്ചലിൻ്റെ ജേക്കബ് സ്ലാഡർ, രണ്ടാമത്തേത് സ്പേഷ്യൽ മനിപ്പുലേഷൻ, മൂന്നാമത്തേത് പറയുന്നത് ഷിക്കിഗാമി പോകുന്നിടത്തൂടെ ഒരു ഇൻവോൾണറബിൾ ആയിട്ടുള്ള ബാരിയർ ഉണ്ടാക്കാൻ പറ്റുന്നത്, 4 കേഴ്സ് സ്പീച്ച്, 5 പറയുന്നത് ക്ലിയർ പോയിൻ്റ്. അപ്പോൾ അവൻ ചിന്തിക്കും ലിമിറ്റ്ലെസ് കോപ്പി ചെയ്തിട്ടുണ്ടോ എന്ന്. ഇല്ല, 6 ഐസ് ഇല്ലാത്ത കാരണം അവൻ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് അവൻ ചോദിക്കും യൂട്ട എല്ലാ കേഴ്സ് ടെക്നിക്ക് ഉപയോഗിച്ചതെന്ന്. യൂട്ട അതിൻ്റെ വിചാരിക്കും ഇവൻ്റെ ഈ കോപ്പി ചെയ്ത ടെക്നിക്ക് കൊണ്ട് സുഗുണ വരെ ഓഫ് ഗാർഡായി പോവും. എന്നിട്ട് അപ്പം തന്നെ യൂട്ട വേറൊരു വാളെടുക്കും. ഇത് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് യൂട്ട സ്പീഡിൽ സുഗുണ അടുത്ത് ചെന്നിട്ട് സ്കൈ മാനിപ്പുലേഷൻ ഉപയോഗിച്ചുകൊണ്ട് വാളും കൊണ്ട് സുഗുണയായിട്ട് കുത്താൻ നോക്കും. സുഗുണ ആ വാൾ പിടിച്ചു നിർത്തും. അപ്പോഴാണ് യൂട്ട ക്ലീവ് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സുഗുണയുടെ മുഖം കുറേ മുറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ സുഗുണ ഇത് എൻ്റെ ടെക്നിക്കെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ ചാപ്റ്റർ തീരുന്നത്.